ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ഡിസംബർ 8-ാം തീയതി നമ്മൾ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എന്താണ് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം, വിശുദ്ധ ഗ്രന്ഥത്തിൽ അമലോത്ഭവത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നൊക്കെ നമുക്കൊന്ന് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യാം. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും അധികം ഒബ്ജക്ഷൻ നമുക്ക് വരുന്നത് പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങളിൽ നിന്നാണ്. അവർ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും പരിശുദ്ധ അമ്മ അമലോത്ഭവയായി എന്ന് അവർ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണം ഇതുകൊണ്ടാണ്. അതായത് പരിശുദ്ധ അമ്മയ്ക്ക് രക്ഷ ആവശ്യമായിരുന്നില്ലെങ്കിൽ, അതായത് ഈശോയുടെ കുരിശുമരണ ഉദ്ധാരണം വഴി പരിശുദ്ധ അമ്മ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഈശോയെ എങ്ങനെയാണ് ഒരു യൂണിവേഴ്സൽ സേവിയർ എന്ന് വിളിക്കുക? ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകൻ എന്ന് ഈശോയെ വിളിക്കാൻ പറ്റില്ല. കാരണം പരിശുദ്ധ അമ്മ ഒരു മനുഷ്യ സ്ത്രീ ആയിരിക്കും പരിശുദ്ധ അമ്മയെ രക്ഷിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് വന്നിരിക്കുന്ന ചിന്താരീതിയാണ്. അപ്പോൾ ഈ ഒരു പ്രസംഗ സമയത്ത് അച്ഛൻ എന്താണ് അമലോത്ഭവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വിശുദ്ധ ഗ്രന്ഥത്തിൽ അമലോത്ഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ഈ അമലോത്ഭവത്തിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു സമയം ധ്യാനിക്കാനായിട്ട് പോകുന്നത്, അച്ഛൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ആദ്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ് അമലോത്ഭവം ജനറലി, അത് ആദ്യം ഒന്ന് പറയാം. അമലോത്ഭവം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയത്ത് തന്നെ എല്ലാവിധ പാപത്തിൽ നിന്നും, പ്രത്യേകിച്ച് ഒറിജിനൽ സിന്നിൽ നിന്ന്, ആദി പാപത്തിൽ നിന്ന്, ആദി മാതാപിതാക്കളുടെ പാപത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ പ്രത്യേകമാവിധം ഈശോയുടെ കൃപയാൽ സംരക്ഷിക്കപ്പെട്ടു. ഇത് മാത്രമല്ല, ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ട പരിശുദ്ധ അമ്മ തൻ്റെ ഇഹലോക ജീവിതത്തിൽ പാപം ചെയ്യാതെ ജീവിച്ചു. ഇതാണ് അമലോത്ഭവത്തിൻ്റെ ഡെഫിനേഷൻ. ഇതാണ് 9-ാം പിയൂസ് മാർപ്പാപ്പ 1854 അത്യുദാരനായ ദൈവം എന്നുള്ള ചാക്രിക ലേഖനത്തിലൂടെ ഈ അമലോത്ഭവത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞത് ഡിസംബർ 8-ാം തീയതിയാണ് അത് പ്രഖ്യാപിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ അമലോത്ഭവം എന്ന് പറയുന്ന ഈ വലിയ വിശ്വാസത്തിന് രണ്ട് മുഖങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആദി പാപം എന്ന ഒരു യാഥാർത്ഥ്യം. അതായത് നമ്മളെല്ലാവരും, അത് ക്രിസ്ത്യാനി ആയാലും അതെ, ഹിന്ദു ആയാലും അതെ, മുസ്ലിം ആയാലും അതെ, ഏത് വ്യക്തിയാണെങ്കിലും ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ആദി പാപത്തോടു കൂടിയാണ് ജനിക്കുന്നത്. അതായത് പ്രകൃതിയാ തന്നെ ദൈവത്തെ തേടാനും ദൈവത്തെ അന്വേഷിക്കാനും ദൈവത്തിൻ്റെതായി ജീവിക്കാനുമുള്ള ആ കപ്പാസിറ്റി മനുഷ്യന് കുറവാണ്. മാത്രമല്ല, കോൺക്യുപ്പൻസ് എന്ന് അഗസ്റ്റിൻ പറയുന്നു. അതായത് പാപത്തോടുള്ളൊരു സ്നേഹം, പാപം ചെയ്യാനുള്ളൊരു നോർമൽ ടെൻഡൻസി ഉണ്ട്. അത് ശരിക്കും മനുഷ്യൻ്റെ ഒരു ബലഹീനതയാണ്. ഈ ആദി പാപം വഴിയായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതിനെയാണ് ഉത്ഭവ പാപം എന്ന് വിളിക്കുക. രണ്ടാമതായി മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആക്ച്വൽ സിൻസ് ആണ്. അതായത് ആക്ച്വൽ സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4, 5, 6, അതായത് ബുദ്ധി ഉറച്ചു തുടങ്ങുമ്പോൾ തൊട്ട് ഒരു വ്യക്തി മനഃപൂർവ്വം അറിവോടും സമ്മതത്തോടും കൂടെ ചെയ്യുന്ന ചെറുതും വലുതുമായ പാപങ്ങളെയാണ് ആക്ച്വൽ സിൻസ് എന്ന് വിളിക്കുന്നത്. പരിശുദ്ധ അമ്മ അമലോത്ഭവയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അമ്മയുടെ ആദി പാപത്തിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കപ്പെട്ടു. അതോടൊപ്പം അമ്മയുടെ ഇഹലോക ജീവിതത്തിൽ പാപം ചെയ്യാതെ ജീവിച്ചു എന്നുള്ളതുമാണ്. എംഫസിസ് എപ്പോഴും ആദി പാപത്തിൽ നിന്ന്, ഉത്ഭവ പാപത്തിൻ്റെ ഇഫക്റ്റിൽ നിന്നും അമ്മ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിവിടെ അമലോത്ഭവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? വിശുദ്ധ ഗ്രന്ഥം അതിനെക്കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ? കാരണം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞിട്ട് എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിൽ അയോഗ്യരായി എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് പരിശുദ്ധ അമ്മയെ ഉൾപ്പെടുന്നതല്ലേ? ഇങ്ങനൊരു സംശയം വരാം. ഇതിനൊരു വലിയൊരു എക്സെപ്ഷൻ ഉണ്ട്, അത് ഈശോയാണ്. കാരണം ഈശോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. ഇപ്പം എല്ലാവരും പാപം ചെയ്തു എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ അതൊരിക്കലും ഈശോയെ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈശോയെ മനുഷ്യരായിട്ട് തന്നെയാണ്, പക്ഷേ ഈശോ പാപം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഒഴിവാക്കപ്പെടുന്നുണ്ട്. അതിന് വല്ല വിശുദ്ധ ഗ്രന്ഥ സപ്പോർട്ടും ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി. ഈ ഒരു വാക്ക് ഗ്രീക്കിൽ കെഖരിത്തോമന എന്നുള്ള പദമാണ്. ഈ ഒരു പദം ദൈവ കൃപ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, നന്മ നിറഞ്ഞവൾ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, ദൈവിക ജീവൻ നിറഞ്ഞവളെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇംഗ്ലീഷിലത് ചില ട്രാൻസ്ലേഷൻസിൽ വരുന്ന ഹൈലി ഫേവേർഡ് വൺ എന്നാണ്. ദൈവത്തിൻ്റെ വലിയ അനന്തമായ നന്മ ലഭിച്ചവൾ എന്നുള്ള ഒരു രീതിയിലാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പാപം എന്താണ്? മനുഷ്യകുലത്തിന് കൃപയില്ല, അല്ലെ നന്മയില്ല എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവിക ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്, ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ പാപം എന്ന് പറയുന്നത്. പക്ഷേ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ദൂതൻ തന്നെ വന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവൾ എന്നാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഒരു സംഭവം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ പിന്നെ വേറെ ഒന്നും ലാക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ അതിൻ്റെ പൂർണ്ണതയിൽ അമ്മയിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. അമ്മയിൽ ദൈവിക കൃപ അത് സമ്പൂർണ്ണമായിട്ടുണ്ട്.
അത് തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ്? അമ്മയിൽ പാപമില്ല എന്ന് പറയുന്നതാണ്. പാപമില്ല എന്ന് പറയുന്നതിന് പകരം പരിശുദ്ധ അമ്മയിൽ എന്താണുള്ളത്? അത് ജീവനാണ്, ദൈവത്തിൻ്റെ ജീവനാണ്. അത് പരിശുദ്ധ അമ്മയിലുണ്ടെന്ന് ദൂതം പറയാം. ഇത് മാത്രമല്ല, ഈ രണ്ട് സാധ്യതകൾ ഇതിൽ നമ്മൾ ഈ ഒരു ഗ്രീറ്റിങ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം, ഈ ഏഞ്ചൽ ഗബ്രിയേൽ ഗ്രീറ്റ് ചെയ്തതാണ്. ഈ ഒരു ഗ്രീക്ക് അവരുടെ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരു യഹൂദന്മാരുടെ ഒരു പശ്ചാത്തലത്തിൽ സാധാരണ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ യഹൂദന്മാരാണ് ഷലോം എന്ന് പറയും, ഗ്രീക്കുകാരുടെ ഹെയിൽ എന്ന് പറഞ്ഞിട്ട് പേരാണ് പറയുക. പക്ഷെ ഇവിടെ പരിശുദ്ധ അമ്മ ഗ്രീക്കിലാണ് ലൂക്കാ സുവിശേഷൻ ഇത് എഴുതിയത്. അപ്പോൾ ഇവിടെ പറയുമ്പോൾ ഹെയിൽ എന്ന് പറഞ്ഞു, ഖെയ്റെ എന്ന് പറഞ്ഞു, റിജോയ്സ്, എന്നിട്ട് പേരിന് പകരം പരിശുദ്ധ അമ്മയോട് പറയുന്നത് ഹെയിൽ മേരി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് ഹെയിൽ ഖെഖരിത്തോമനെ, കൃപ നിറഞ്ഞവളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗ്രീക്കിൻ്റെ ഇതനുസരിച്ച് ഇപ്പം യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 19-ാമത്തെ അധ്യായത്തിൽ ഈശോയെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഹെയിൽ യൂതന്മാരുടെ രാജാവായ നസ്രായനായ യേശു. അപ്പോൾ അത് ഈശോയുടെ പേരായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താണ് പറയുന്നത്. അപ്പോസ്തല പ്രവർത്തനത്തിൽ പൗലോസ്ലീഗ ഫെലിക്സിനെ അഭിവാദനം ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും ഈ ഗ്രീക്കുകാരുടെ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഖെയ്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേരാണ് പറയേണ്ടത്. ഇപ്പം ഇവിടെ പേര് പറയുന്നതിന് പകരം പരിശുദ്ധ അമ്മയുടെ പേര് ആയിട്ട് പരിശുദ്ധ അമ്മയുടെ സ്റ്റാറ്റസാണ് പറയുന്നത്. ഇത് നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ കാണാം. ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അനുസരിച്ചാണ് പേര് വരുന്നത്. അബ്രാം എന്നുള്ള പേര് ദൈവം അബ്രാഹം എന്നാക്കി മാറ്റുന്നത് നമ്മൾ കാണുന്നുണ്ട്. ശിമിയോനെ പത്രോസ് എന്ന് പേര് മാറ്റുന്നത് കാണുന്നുണ്ട്. യാക്കോബിനെ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞ് പേര് മാറ്റുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരു ജീവിത നിയോഗമോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ അനുസരിച്ചാണ് ദൈവം എന്ത് നൽകുന്നത്? പേര് നൽകുന്നത്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ കാര്യത്തിലും ഇതേ കാര്യം തന്നെയാണ്. മറിയം എന്നാണ് ശരിക്കും അമ്മേനെ അഭിസംബോധന ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ദൈവ കൃപ നിറഞ്ഞവളെ എന്ന് പേരായിട്ട് വിളിക്കുമ്പം അവളുടെ എസെൻസും അവളുടെ നെയിമും ഇസ് ജസ്റ്റ് ദ സെയിം. പരിശുദ്ധ അമ്മയുടെ എസെൻസ് എന്താണ്? ഇറ്റ്സ് ഗ്രേസ്. അതാണ് ദൂതൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഈ ഒരു സമയത്ത് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ദൈവ കൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ധ്യാനിക്കുമ്പോൾ മറ്റൊരു സന്തോഷം നിറഞ്ഞൊരു കാര്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖെയ്റെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ശാലോം എന്നാണ് സാധാരണ ഗ്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ശാലോം എന്നും അല്ല ഗ്രീറ്റ് ചെയ്യുന്നത്. അപ്പം റിജോയ്സ് എന്നുള്ളൊരു അർത്ഥം ഇതിനുണ്ട്. അതിനൊരു കാരണമുണ്ട്. പഴയ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനം ഉള്ളതാണ്, സിയോൻ പുത്രി ആനന്ദിച്ച് ആഹ്ലാദിക്കുക എന്ന് സഖറിയ പ്രവചനത്തിൽ പറഞ്ഞു. സീന എന്താ വെച്ചാൽ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിൻ്റെ മധ്യത്തിലുണ്ട്. അത് ശരിക്കും ഇസ്രായേലിനെ കുറിച്ചല്ല. കാരണം ഇസ്രായേൽ ഒരു ഫെയ്ത്ത്ഫുൾ ഡോട്ടർ ഓഫ് സയൺ ആയിരുന്നില്ല, എപ്പോഴും ദൈവത്തിൽ നിന്ന് അവിശ്വസ്തത കാണിച്ചാണ്. പക്ഷേ ഇവിടെ അങ്ങനെ പറയുമ്പോൾ ഒരു സൂചന ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഖറിയയിൽ പറയുന്ന ആ ഒരു പ്രവചനം പരിശുദ്ധ അമ്മയിലൂടെ പൂർത്തിയാകുകയാണ്. എന്നിട്ട് ദൂതം പറയുന്നത് റിജോയ്സ് എന്നിട്ട് പറഞ്ഞിട്ട് ഖെഖരിത്തോമനെ എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം പ്രവചനത്തിൽ പറയുന്നു, അല്ലേ കർത്താവ് നിന്നോട് കൂടെ, ലോർഡ് ഈസ് വിത്ത് യു. നമ്മളാണ് നന്മ പറഞ്ഞ പ്രാർത്ഥന ചെല്ലുന്നത്, ലോർഡ് ഈസ് വിത്ത് യു, കർത്താവ് നിന്നോട് കൂടെ. അപ്പോൾ ദൈവം കൂടെയുണ്ട്. പാപം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരല്ലേ, പാപത്തിൻ്റെ സ്വാധീനമുള്ളവർക്ക് ഈ ദൈവിക സാന്നിധ്യം കിട്ടില്ല. പക്ഷേ പരിശുദ്ധ അമ്മയോട് പറയാണ്, ഡോട്ടർ ഓഫ് സയോൺ, യു റിജോയ്സ് ബിക്കോസ് ദ ലോർഡ് ഈസ് വിത്ത് യു. അത് വലിയൊരു പ്രവചനമാണ്, പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള മനോഹരമായൊരു പ്രവചനമാണ്. ഇപ്പോൾ ലൂക്ക 1:28 വ്യാഖ്യാനമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു വ്യാഖ്യാനം കൂടെ തരാം. അത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 15 തൊട്ടുള്ള വാക്യമാണ്. 3-ാം അധ്യായത്തിൻ്റെ 1-ാം അധ്യായമല്ല 3-ാമത്തെ അധ്യായം 3-ാമത്തെ അധ്യായത്തിൻ്റെ 15 തൊട്ടുള്ള വാക്യമാണ്. നീ സ്ത്രീയും തമ്മിലും നിന്റെ സന്തതി അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അപ്പോൾ ശരിക്കും ഇത് സ്ത്രീയോട് പറയുന്നതല്ല, ഇത് പുത്രനോട് പറയുന്നതല്ല, ഇത് പാമ്പിനോട് പറയുന്നതാണ്. പാമ്പിനോട് പറയാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കുമെന്ന് പാമ്പിനോട് പറയാണ്. ഇത് ശരിക്കും ഹവ്വായി അല്ല ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹവ്വായിക്ക് ഇപ്പോൾ പാമ്പുമായിട്ട് ശത്രുതയില്ല. കാരണം പാമ്പിൻ്റെ വാക്ക് അനുസരിക്കുക വഴിയായിട്ട് പാപത്തിന് പിശാചിന് ഹവ്വയുടെ മേലെന്തുണ്ട്? സ്വാധീനമുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ ഈ പറയുന്ന സ്ത്രീക്ക് ശത്രുതയാണുള്ളത്. ശത്രുത എന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഇതിൻ്റെ ഹീബ്രു പദമാണ്. ഹീബ്രുവിലാണ് ഇത് എഴുതപ്പെട്ടത്. എബഹ് എന്ന് പറയുന്നൊരു ഹീബ്രു പദമാണ്. ഈ ഹീബ്രു പദം അനുസരിച്ച് ഇത് ശരിക്കും ഒരു ശത്രുതയല്ല. നമ്മൾ ഈ മലയാളത്തിൽ പറയുന്ന ഒരു നമ്മുടെ മലയാളത്തിൽ നമ്മൾ പറയുന്ന ശത്രുത എന്താണ്? എനിക്ക് ഒരാളോട് തോന്നുന്നൊരു ഫീലിംഗ് ആണ്. അവൻ ചെയ്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി മൂലം, അല്ലെ അസൂയ മൂലം, അല്ലെ ദേഷ്യം മൂലം എനിക്ക് അവനോട് തോന്നുന്നൊരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു വിദ്വേഷം. അതാണ് മലയാളത്തിൽ പറയുന്ന ശത്രുത. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന ശത്രുത. മറിച്ച് കംപ്ലീറ്റ് ഓപ്പോസിഷനാണ്. നിന്നിലുള്ളതൊന്നും
എന്നിലില്ല, എന്നിലുള്ളതൊന്നും നിന്നിലുമില്ല. ഇതൊരു കംപ്ലീറ്റ് ഓപ്പോസിഷനാണ്. അതായത് പിശാചിന് ഒരു തരത്തിലും ഈ സ്ത്രീയുടെ മേൽ യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. എന്നുവെച്ചാൽ ഒരു പാപത്തിൻ്റെ ഒരു ചെറിയ കണികയെങ്കിലും പരിശുദ്ധ അമ്മയുടെ മേൽ ഉണ്ടായിരുന്നെങ്കിൽ പിശാചിന് എന്തുണ്ടായനെ? അമ്മയുടെ മേൽ ഇൻഫ്ലുവൻസ് ഉണ്ടായേനെ, അമ്മയുടെ മേൽ ആധിപത്യം ഉണ്ടായേനെ. പക്ഷേ ഇവിടെ ഈ സ്ത്രീയുടെ മേലോ ഈ സന്തതിയുടെ മേലോ പിശാചിന് ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് മാത്രമല്ല, ഈ സന്തതി തല തകർക്കും. ഈ സന്തതി തല തകർക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിക്കും വുൾഗേറ്റ് ലാറ്റിൻ ട്രാൻസ്ലേഷൻ അനുസരിച്ച് നമ്മുടെ വിശുദ്ധ ജെറോം അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം സ്ത്രീ തല തകർക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിൻ്റെ രൂപം എടുത്ത് നിങ്ങൾ നോക്കിയാൽ, അമലോത്ഭവ മാതാവിൻ്റെ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് പറ്റും. പരിശുദ്ധ അമ്മ ഒരു പാമ്പിനെ ചവിട്ടി പിടിച്ചിരിക്കുന്നതായിട്ട്, ആപ്പിൾ കടിച്ച് നിൽക്കുന്ന ഒരു പാമ്പിനെ ചവിട്ടി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട്, അമ്മ അതിൻ്റെ തലയെ തകർത്തിങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതിനൊരു കാരണം ഈ ഗ്രീക്കിലുള്ള ഈ ഒരു ഹീബ്രുവിലുള്ള ഈ ഒരു പദം നമുക്ക് അവൻ്റെ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അവൻ നിൻ്റെ തല തകർക്കുമെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അവൾ നിൻ്റെ തല തകർക്കുമെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇത് മാത്രമല്ല, ഗ്രീക്ക് ചരിത്രകാരനായ യൂസേബിയസ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം അത് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് അവൻ തല തകർക്കുമെന്നാണ്, അവൾ തല തകർക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഫിലോ ഓഫ് അലക്സാണ്ടർ, യഹൂദനാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്തും അവൾ തല തകർക്കും എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഈ ഒരു മോഡേൺ ട്രാൻസ്ലേഷനിലാണ്, നമ്മുടെ ബൈബിളിലൊക്കെയാണ് അവൻ തല തകർക്കും എന്ന് വന്നിരിക്കുന്നത്. പഴയ ട്രാൻസ്ലേഷൻസിൽ, അതായത് ജെറോം ട്രാൻസ്ലേറ്റ് ചെയ്തതാണെങ്കിലും യഹൂദന്മാർ പണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിലാണെങ്കിലും എല്ലാം വന്നിരിക്കുന്നത് അവൾ തല തകർക്കും എന്നുള്ളതാണ്. അപ്പോൾ തല തകർക്കണമെങ്കിൽ, പിശാചിൻ്റെ തല തകർക്കണമെങ്കിൽ ഈ പാപം ഉണ്ടാകാൻ പാടില്ല. പരിശുദ്ധ അമ്മയിൽ ഈ പാപം ഇല്ല. അപ്പോൾ അത് അമ്മയെക്കുറിച്ച്, ഈശോയെക്കുറിച്ച് മാത്രമല്ല, ഈ പ്രോട്ടോ ഇവാഞ്ചലിയം എന്ന് പറയുന്ന ഈ ജനസിസ് 33:15 ശരിക്കും പരിശുദ്ധ അമ്മയെക്കുറിച്ചും കൂടെയുള്ളൊരു പ്രവചനമാണ്. ഇത് ഓരോ വിശ്വാസികൾക്ക് ഇത് അവകാശമായിട്ടൊക്കെ. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 16:20 പറയുന്നത്, ഇതാ സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയുമെന്ന് പറയുന്നത്. പിശാചിനെ എന്താണ് കാൽ കീഴിലാക്കി നമ്മൾ തകർക്കുമെന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ദൈവം നമ്മളോട് ചെയ്യാം. അത് ചെയ്യാൻ കാരണം എന്താണ്? ഈശോയുടെ ജീവൻ നമ്മളിൽ നിറയുമ്പോഴാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുക. പരിശുദ്ധ അമ്മയിൽ ഈ ജീവൻ മുൻപേ നിറഞ്ഞു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഈ പിശാചിൻ്റെ തലയെ തകർക്കാനായിട്ട് പറ്റും, അതിലൊരു സംശയമില്ല. ഇത് വലിയൊരു ദൈവിക രഹസ്യമാണ്. കാലങ്ങളായിട്ടാണ് നമുക്കിത് മനസ്സിലായി വന്നത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ഒരു വിഷയത്തിലേക്ക് വരാം. പരിശുദ്ധ അമ്മ അപ്പം ഉത്ഭവം ഇല്ലാണ്ടാണ് ജനിച്ചതെങ്കിൽ പിന്നെ ഈശോ പരിശുദ്ധ അമ്മയെ രക്ഷിച്ചു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോയുടെ രക്ഷയ്ക്ക് 2 ഡയമെൻഷനാണ്. ഒന്നാമത്തെ ഡയമെൻഷൻ, ഒരാൾ കുഴി പോയി, ആ കുഴി പോയ ആളെ വലിച്ചു കയറ്റിയെടുക്കുന്നു. അത് രക്ഷയുടെ ഒരു ഡയമെൻഷനാണ്. രണ്ടാമത്തെ ഡയമെൻഷൻ, ഒരാൾ കുഴിയുടെ വക്കിലൂടെയാണ് നടക്കുന്നത്, ആ ആൾ കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നു, അല്ല വീഴാതെ പിടിച്ചു നിർത്തുന്നു. അതും രക്ഷ തന്നെയാണ്. ഒരാൾ കുഴിയിൽ വീണിട്ട് വലിച്ചു കയറ്റുന്നതും രക്ഷയാണ്. കുഴിയിൽ വീഴാതെ അയാളെ സംരക്ഷിക്കുന്നത് എന്താണ്? ഞാൻ കുഴി പോയനെ, എന്നെ എന്തായാലും അവൻ പിടിച്ച് വലിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പം കുഴി വീഴാതിരിക്കുന്നതും രക്ഷയാണ്. അതായത് പരിശുദ്ധ നമ്മളെല്ലാവരും ഉത്ഭവഭാവത്തിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്കുണ്ട്. പക്ഷെ അതിൽ നിന്ന് ദൈവം ഈശോ നമ്മളെ കുരിശുമരണ ഉദ്ധാനം വരെ രക്ഷിച്ചു. പരിശുദ്ധ അമ്മ ഉത്ഭവഭാവത്തിൽ വീഴാതിരുന്നതിൻ്റെ കാരണം, ഉത്ഭവം ഇല്ലാതിരുന്നതിൻ്റെ കാരണം അമ്മയുടെ മെറിറ്റ് അല്ലത്, മറിച്ച് ഈശോ വലിയ കരുണയോടുകൂടി അമ്മയെ എന്ത് ചെയ്താണ്? രക്ഷിച്ചാണ്. അത് ഈശോയുടെ കുരിശുമരണ ഉദ്ധാനത്തിൻ്റെ ഫലങ്ങൾ പിതാവായ ദൈവം മുൻകൂട്ടി കണ്ട് അത് കൊടുത്താണ്. ഈ ഒരു തിയോളജി നമുക്ക് നൽകിയത് 13-14 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രാൻസിസ്കൻ തിയോളജിയനായ ജോൺ ഡൺ സ്കോട്ടസ് ആണ്. സ്കോട്ടസിൻ്റെ ആണ് ഈ ഒരു എക്സ്പ്ലനേഷൻ. ഇത് പരിശുദ്ധ പിതാവ് ഈ ഒരു എക്സ്പ്ലനേഷൻ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാപത്തിൽ വീഴാതിരിക്കുക എന്നുള്ളൊരു പുണ്യമാണ്. നമുക്കുള്ളൊരു വലിയൊരു സന്ദേശം കൂടെയാണ്. അതായത് ഈ അമലോത്ഭവത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം ശരിയാണ്, നമുക്കൊരിക്കലും ഉത്ഭവം ഇല്ലാത്തൊരവസ്ഥ ക്ലെയിം ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇനിയുള്ള നമ്മുടെ ജീവിതത്തിലാണെങ്കിലും പാപത്തിൽ വീഴാതെ ഞങ്ങളെ സംരക്ഷിക്കണേ ഈശോയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ഉദ്ധാനത്തിൻ്റെ വലിയ ഫലം കൊണ്ടാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മൾ പാപത്തിൽ വീഴാതെ, തിന്മയിൽ വീഴാതെ നമ്മൾ ഓരോരുത്തരും സംരക്ഷിക്കപ്പെടുന്നത്. ഇത് വലിയൊരു കൃപയാണ്, ഈശോയുടെ വലിയൊരു ദാനമാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെപ്പോഴും സൂക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. ഈശോയെ ഒരിക്കലും പാപത്തിൽ വീഴാതെ, തിന്മയിൽ വീഴാതെ എന്നെ സംരക്ഷിക്കണേ എന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മേനെ സംരക്ഷിച്ചതാണ്. ഈ അമ്മയോട് നമുക്ക് അതുകൊണ്ട് ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തോരം കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. ആ വീട് വേണം, വാഹനം വേണം, ജോലി വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇതിലും എത്രയോ ഗ്രേറ്റ്, വളരെ മനോഹരമായിട്ടുള്ള മഹനീയമായ കാര്യമാണ് പാപത്തിൽ വീഴാതിരിക്കുക എന്നുള്ളത്. അത് പരിശുദ്ധ അമ്മയ്ക്ക് തരാനായിട്ട് വരും. നമ്മുടെ ജീവിതത്തിൽ ആദ്യം പ്രാർത്ഥിക്കുന്നത് അതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മയെ, അമലോത്ഭവ മാതാവേ, ഇന്നത്തെ ദിവസം ഒരു പാപത്തിലും വീഴാതെ ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ
അങ്ങനെ അമ്മ നമ്മളെ സംരക്ഷിക്കും. കാരണം ഈശോയുടെ ആ കൃപ അതിൻ്റെ പൂർണ്ണതയിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെ ആ ഒരു കൃപ നമുക്കും നൽകാനായിട്ട് പറ്റും. സ്നേഹമുള്ളവരെ, ഇത് 2 പ്രധാനപ്പെട്ട ബൈബിൾ ഭാഗങ്ങൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് എങ്ങനെയാണ് ഈ ഒരു കാര്യം നടന്നതെന്നുള്ളത്. അവസാനമായിട്ടൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നു. ഇത് ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് ഗ്രീക്കിൽ കെക്കരിത്തോമനെ, കൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് തുടങ്ങിയതാണ് അതിൻ്റെ ഇഫക്റ്റ്. പക്ഷേ ആ ഇഫക്റ്റ് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഇഫക്റ്റ് 2020 ഞാൻ അച്ഛനായി, ഞാൻ ഇപ്പോഴും അച്ഛനാണ്. ആ ഇഫക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ എവിടെയോ തുടങ്ങി, പക്ഷേ അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ഇതേ വെർബ് തന്നെയാണ് കെക്കരിത്തോമനെ എന്നുള്ള പദത്തിൽ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വെർബ്. അതായത് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലായപ്പോൾ എന്താണ്? കൃപ നിറഞ്ഞു. ആൻഡ് ഇറ്റ് സ്റ്റിൽ കണ്ടിന്യൂസ്. ഓക്കെ, അമ്മയുടെ ജീവിതത്തിൽ അത് ഇപ്പോഴും തുടരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉത്ഭവഭാവവുമില്ല, ആക്ച്വൽ സിന്നുമില്ല, ആ ഗ്രേസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഈ ഒരു കൃപയൊക്കെയാണ് ശരിക്കും കൊച്ചുത്രേസ്യ പുണ്യവതി അൽഫോൻസാമയൊക്കെ പറയുന്നത് മാമോദീസയിലൂടെ ലഭിച്ച വരപ്രസാദം ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ മാമോദീസയിലൂടെ കിട്ടുന്ന വരപ്രസാദം അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടി എന്നുള്ളതാണ് അമലോത്ഭവത്തിൻ്റെ മനോഹാരിത. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധി നിറഞ്ഞൊരു ജീവിതം നയിക്കാൻ, പാപത്തിന് വീഴാത്തൊരു ജീവിതം നയിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹപ്രദമായ നല്ലൊരു തിരുനാൾ എല്ലാവർക്കും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.